Standard 3, Lesson 3, Water, the Elixir of Life. Water is called the elixir of life. The earth comprises of 2/3 of water and 1/3 of land. Water is essential for all living beings. There can be no life without water. ജലം ജീവാമൃതമാണല്ലേ. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് മാത്രമാണോ ജലം വേണ്ടുന്നത്? Human beings, animals and all kinds of plants need water. മനുഷ്യർക്കും ജീവികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ജലം ആവശ്യമാണ്. Much of the beauty of the earth is because of the presence of plenty of water on it. The main sources of water are rain, rivers, lakes and underground water, besides seas and oceans, which are the main storehouse of water. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം കിട്ടുന്നത്? മഴ, നദികൾ, കായലുകൾ, കിണർ ജലം, അതുപോലെ സമുദ്രങ്ങൾ, തടാകങ്ങൾ ഒക്കെ ജലത്തിൻ്റെ സ്രോതസ്സുകളാണല്ലേ. You all like to play in rain, don't you? Have you, dear friends, noticed the changes around us after it rains? What are the changes after rains? മഴ പെയ്തതിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? We feel cold, നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. Water bodies like wells, canals, ponds, rivers, etc. fill up. കിണറുകളും കനാലുകളും കുളങ്ങളും നദികളും ഒക്കെ നിറയും. Grass sprouts in the yard. മുറ്റത്തൊക്കെ പുല്ല് കിളിർക്കും അല്ലേ. Plants and trees sprout. ചെടികളും മരങ്ങളും ഒക്കെ തളിർക്കും. Cultivation begins. കൃഷി ആരംഭിക്കും. Pits and lowlands fill with water. കുഴികളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ ജലം കൊണ്ട് നിറയും. Soil drains away. മണ്ണൊലിച്ചു പോകും. Mayflies rise from soil. Mayflies എല്ലാവർക്കും അറിയാലോ. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്നും പറന്നുയരും. ഇതൊക്കെയാണ് മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ. All organisms of nature like plants, animals and human beings depend on the rain that comes from the sky to the earth. എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലേക്ക് വരുന്ന മഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. Can we live without water? Now let's go to the sources of water. Where do we get the water we use for drinking, agriculture and other needs from? നമുക്ക് കുടിക്കാനും കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം എവിടെ നിന്നാണ് കിട്ടുന്നത്? We depend on the water sources around us for this. നമ്മൾ ജലസ്രോതസ്സുകളെയാണ് ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത്. ഈ ജലസ്രോതസ്സുകളിൽ എങ്ങനെയാണ് ജലം നിറയുന്നത്? The rainwater that reaches these water sources is used by us for different purposes. മഴയിൽ നിന്നാണ് ഈ ജലസ്രോതസ്സുകളിലൊക്കെ ജലം നിറയുന്നത് അല്ലേ. എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് വാട്ടർ? വെൽ, പോണ്ട്, കനാൽ, റിവർ, ലേക്ക്, ലഗൂൺ, കിണറും കുളങ്ങളും കനാലുകളും നദികളും കായലുകളും തണ്ണീർത്തടങ്ങളും സമുദ്രങ്ങളും ഒക്കെ ജലസ്രോതസ്സുകളാണ് അല്ലേ. വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മുടെ പരിസരത്തും കാണില്ലേ ഇതുപോലുള്ള വാട്ടർ സോഴ്സസ്? അതേതൊക്കെയാണെന്ന് എഴുതാമല്ലോ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ വില്ലേജസ് യൂസ് വെൽ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ കിണർ ജലമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ബട്ട് പീപ്പിൾ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ പൈപ്പ് വാട്ടർ. നഗരപ്രദേശങ്ങളിലുള്ളവരാണെങ്കിലോ പൈപ്പ് വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് പൈപ്പ് വെള്ളം കിട്ടുന്നത്? The water from water sources is purified and distributed through pipes. ഈ കായലുകളിലെയും തടാകങ്ങളിലെയും ഒക്കെ ജലം ശുദ്ധീകരിച്ചാണ് നമ്മുടെ വീടുകളിൽ കുടിവെള്ളമായി എത്തുന്നത്. I too need water. Just imagine how it is when you feel very thirsty. What a relief it is if you get water when you are thirsty. നമുക്ക് ഒരുപാട് ദാഹിച്ചിരിക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? Water is essential not only for us but for the existence of all organisms in nature like animals and plants. നമ്മൾ മനുഷ്യർക്ക് മാത്രമാണോ ജലം വേണ്ടുന്നത്? അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ജലം വേണം.
സസ്യങ്ങൾക്ക് ജലം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവ വാടിപ്പോവും അല്ലേ? കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോവും. ജീവികൾക്കും എല്ലാം ജലം ആവശ്യമുണ്ട്. ഒരു കടുവ വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ ഒരു തത്തമ്മ വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ ചുറ്റും കാണാം. ചില സമയങ്ങളിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നിരുന്ന് കാക്കയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാം അല്ലേ? We need water for drinking, bathing and agriculture. What are the other needs for which water is used? നമുക്ക് എന്തിനൊക്കെ ജലം ആവശ്യമുണ്ട്? കുടിക്കാനും കുളിക്കാനും കൃഷിക്കും അതുപോലെ കുക്കിംഗ്, വാഷിംഗ് വെസൽസ്, വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് വെഹിക്കിൾസ്, വാട്ടറിംഗ് പ്ലാന്റ്സ്. എന്തിനൊക്കെയാണ്? പാചകത്തിനും പാത്രം കഴുകാനും തുണി കഴുകാനും വാഹനങ്ങൾ കഴുകാനും ചെടി നനയ്ക്കാനും ഒക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. മറ്റെന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? വീട് വൃത്തിയാക്കാൻ അല്ലേ? പിന്നെയോ ഇൻഡസ്ട്രിയൽ പർപ്പസ്, കൺസ്ട്രക്ഷൻ. We use water for several purposes like household needs, agriculture, industry, construction, etc. If there is no water, look at the picture. Are you familiar with this? In the first picture we can see a field at the time of drought. Drought എന്താണ്? വരൾച്ച സമയത്തെ ഒരു പാടമാണതല്ലേ? രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, വെള്ളം വിതരണം ചെയ്യുകയാണല്ലേ? ജലക്ഷാമം ഉള്ള സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇമാജിൻ എ സിറ്റുവേഷൻ വിതൗട്ട് വാട്ടർ. വെള്ളം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഡ്രൈഡ് അപ്പ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, വെൽസ്, റിവേഴ്സ്, പോണ്ട്സ്. ഉണങ്ങി വരണ്ട പാടങ്ങളും കിണറുകളും നദികളും കുളങ്ങളും. During extreme summer, certain regions experience severe water scarcity. കടുത്ത വേനലാകുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വല്ലാതെ ജലക്ഷാമം നേരിടുന്നുണ്ട്. Have you seen in newspapers reports and pictures of people suffering due to the scarcity of even drinking water? Have you ever experienced water scarcity in your locality? വരൾച്ച സമയത്തൊക്കെ നമ്മൾ പേപ്പറിലും ടി വിയിലും ഒക്കെ കാണാറില്ലേ? റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഒക്കെ കാണാറില്ലേ? ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ജലക്ഷാമത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കാണാറില്ലേ? ആ കുട്ടി എന്താ ചിന്തിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിയാലോ. 44 rivers, numerous streams, several canals, wide wetlands, lakes, lagoons and so on. Still drought in Kerala. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലേ? ഇവിടെ എന്തൊക്കെയാണുള്ളത്? 44 നദികളും അരുവികളും കനാലുകളും കായലുകളും ചതുപ്പു നിലങ്ങളും ഒക്കെ ഉണ്ടല്ലേ? എന്നിട്ടും കേരളത്തിൽ വരൾച്ചയോ? ഡ്രൗട്ട്, വരൾച്ച. എന്നിട്ടും കേരളത്തിൽ വരൾച്ചയോ? എന്തുകൊണ്ടാവാം അങ്ങനെ സംഭവിക്കുക? അതിനുള്ള ഉത്തരം താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചു നോക്കിയാലോ. പ്രഷ്യസ് വാട്ടർ, അമൂല്യമായ ജലം. You may have seen such situations where precious water is wasted, haven't you? ആ ചിത്രത്തിൽ നോക്കിയേ, കണ്ടോ? 2 സ്ത്രീകൾ നിന്ന് സംസാരിക്കുകയാണ്. പക്ഷെ ആ ജലം ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടേയിരിക്കുകയാണല്ലേ? അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലുള്ള മറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് വെയർ വാട്ടർ ഇസ് വേസ്റ്റഡ്? ടാങ്ക്സ് ഓവർഫ്ലോയിങ്. നമ്മൾ മോട്ടറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കറക്റ്റ് സമയത്തിന് അവിടെ നിന്ന് തന്നെ ഓഫ് ചെയ്ത് അങ്ങനെ വെള്ളം പാഴായി പോകുമോ? ദെൻ ലീക്കിംഗ് ടാപ്സ്. നമ്മുടെ വീടുകളിൽ തന്നെ ആയാലും ചിലപ്പോൾ നമ്മൾ പൈപ്പ് മുറുക്കി അടയ്ക്കാൻ മറന്നു പോകും. അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഉള്ള പൈപ്പുകളിൽ നിന്നൊക്കെ വെള്ളം പോകുന്നത് കണ്ടിട്ടില്ലേ? ലീവിങ് ദ ഷവർ ഇൻ ബാത്റൂംസ് അൺനെസസറിലി ഓപ്പൺ. ബാത്റൂമിലുള്ള ഷവറുകളൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ തുറന്നു വിട്ടുകൊണ്ടേയിരിക്കുക. അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമല്ലേ? കുറച്ചൊന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ വെള്ളം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഈ ചിത്രത്തിലൊന്ന് നോക്കി, 2 ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. രണ്ടിനകത്തും വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ നോക്കി, ഒരു കുട്ടി ബ്രഷ് ചെയ്യുകയാണ്. പക്ഷെ ആ ടാപ്പിലെ വെള്ളം തുറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ? അതെങ്ങനെ അവന് ഒഴിവാക്കാമായിരുന്നു? ആ ബ്രഷ് കഴുകുന്ന സമയത്തിന് മാത്രം, അല്ലെങ്കിൽ വായ കഴുകുന്ന സമയത്തിന് മാത്രം ആ ടാപ്പ് തുറന്നിരുന്നെങ്കിൽ അത്രയും വെള്ളം സേവ് ചെയ്തുകൂടായിരുന്നോ? അതുപോലെ ഒരാൾ നിന്ന് കാറ് കഴുകുന്ന കണ്ടില്ലേ?
കാറിൽ വെള്ളം ഒഴിക്കേണ്ട സമയത്ത് മാത്രം ടാപ്പ് തുറന്നിരുന്നെങ്കിൽ അത്രയും വെള്ളം പാഴായി പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറേയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഡ്രിങ്കിങ് വാട്ടർ ഫോർ സെയിൽ. We too have reached the situation of being forced to buy pure water for drinking. കുടിവെള്ളം നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണല്ലേ. In cities, pure water is carried through pipelines. We have to pay for this on the basis of the quantity of water used. We must ensure water conservation by controlling the use of water and preventing water pollution. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ബുദ്ധിമുട്ട് വളരെയധികം ഒന്നുമില്ല. പക്ഷേ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കോ? അവർക്ക് സ്വന്തമായിട്ട് കിണറുണ്ടാവില്ല. അവരെങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ചില ക്യാനുകളിലൊക്കെ ചിലർ വില കൊടുത്ത് വാങ്ങിക്കും. അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഉണ്ടാവുമല്ലോ, അതിന് പക്ഷേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ പൈപ്പ് ലൈനിൽ കൂടെ അവർ വെള്ളം എത്തിച്ചു തരും. പക്ഷേ എല്ലാ മാസവും നമ്മളതിന് വാട്ടർ അതോറിറ്റിയിലൊക്കെ പൈസ അടയ്ക്കേണ്ടി വരും. We must ensure water conservation by controlling the use of water and preventing water pollution. നമ്മൾ എങ്ങനെയാണ് കൺസർവേഷൻ സംരക്ഷണം, കൺട്രോളിങ് നിയന്ത്രണം, കൺസർവേഷൻ ഓഫ് വാട്ടർ ജലം നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ കൺട്രോളിങ് ദ യൂസ് ഓഫ് വാട്ടർ ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണം. ആൻഡ് പ്രിവെൻറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റിംഗ് തടയണം. എന്ത് തടയണം? വാട്ടർ പൊല്യൂഷൻ മീൻസ് മലിനീകരണം. വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണം. ജലം എങ്ങനെയാണ് മലിനമാവുന്നത്? നിങ്ങളുടെ അടുത്തുള്ള ജലസ്രോതസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ആവശ്യമില്ലാത്ത കുറേ പ്ലാസ്റ്റിക്കും അതും ആഹാരത്തിൻ്റെ വേസ്റ്റും ഒക്കെ ചിലപ്പോൾ ചിലരൊക്കെ കൊണ്ടുവന്ന് നദിയിൽ തള്ളുന്ന കണ്ടിട്ടില്ലേ? അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ ആ വെള്ളം? ഇല്ല. നമ്മൾ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാതെ നോക്കണം. മൈ റൈറ്റ് ആൻഡ് റോങ്, എൻ്റെ ശരിയും തെറ്റും. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണോ? നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ വിലയിരുത്താമല്ലോ. ഐ ഡോണ്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിംഗ് ടീത്ത്. ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ ടാപ്പ് തുറന്നിടാറില്ല. ഐ ക്ലോസ് ടാപ്സ് വെൻ ഐ സീ ദം ലെഫ്റ്റ് ഓപ്പൺ. ടാപ്പ് തുറന്ന് കിടക്കുന്നത് കണ്ടാൽ ഞാൻ അടയ്ക്കും. I use the water used for washing vessels to water the vegetable garden and flower garden. പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ ചെടിയെ നനയ്ക്കാനും പച്ചക്കറിത്തോട്ടത്തിനും വേണ്ടി ഉപയോഗിക്കും. I say no when I see people wasting water. ആളുകൾ വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ ഞാൻ അവരോട് അരുതെന്ന് പറയും. I inform the people concerned when I see wastage of water from broken public taps. നമുക്ക് റോഡരികിലൊക്കെ ചിലപ്പോൾ ഈ ടാപ്പൊക്കെ പൊട്ടിക്കിടന്ന് വെള്ളം പാഴായി പോകുന്ന കാണാറില്ലേ? അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ഞാൻ അതോറിറ്റിയെ അറിയിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കുക. വാട്ടർ ഇസ് പ്രഷ്യസ്, ഇറ്റ് ഈസ് എ ബൂൺ ഓഫ് നേച്ചർ. ജലം അമൂല്യമാണ്, അത് പ്രകൃതിയുടെ വരദാനമാണ്. വി മസ്റ്റ് അവോയ്ഡ് സിറ്റുവേഷൻസ് ഓഫ് വേസ്റ്റിംഗ് വാട്ടർ. അവോയ്ഡ് ഒഴിവാക്കുക. നമ്മൾ എന്തൊഴിവാക്കണം? വെള്ളം പാഴാക്കുന്നത്. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് നത്തിങ് ക്യാൻ റീപ്ലേസ് വാട്ടർ. വെള്ളത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വാട്ട് ആർ ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ടു സ്പ്രെഡ് ദ മെസ്സേജ് വാട്ടർ കൺസർവേഷൻ? ജലം സംരക്ഷിക്കണം എന്ന മെസ്സേജ് എല്ലായിടവും പ്രചരിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്ലക്കാർഡ്, പോസ്റ്റർ, കാർട്ടൂൺ, ബുള്ളറ്റിൻ ബോർഡ്, അവയർനെസ് റാലി, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലേ, സ്കൂളിലൊക്കെ ചെയ്യുന്നതാണല്ലേ. പ്ലക്കാർഡും പോസ്റ്ററും കാർട്ടൂണും ബുള്ളറ്റിൻ ബോർഡും അവയർനെസ് റാലിയും അതുപോലെ നോട്ടീസ്, ലഘുലേഖകളെല്ലാം നമുക്ക് ഈ ജലസംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, ജലമലിനീകരണം തടയാൻ മാക്സിമം ശ്രമിക്കുക. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണെന്ന ബോധം നമ്മളിൽ എന്നും ഉണ്ടാകണം. മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. നന്ദി.